ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ തുടരെയായിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. കാരണം ഞാനിപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ നിന്ന് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരത് കാണണം. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫും കൂടി അങ്ങ് എടുത്തേക്കാലോ എന്ന് വിചാരിച്ചു, കല്യാണത്തിന് പോയി വരുന്നത് വരെ. അപ്പോൾ കല്യാണം ആരുടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിലുള്ളൊരു മാമിൻ്റെ മോൻ്റെ കല്യാണമാണ്. കലൂർ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ റെഡി ആയിട്ട്. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തന്നെ ഒരു കല്യാണം കൂടിയിട്ടില്ല. എന്താണെന്നറിയില്ല, ആരും കല്യാണം വിളിക്കുന്നില്ല, കല്യാണം ഞങ്ങളെ വിളിക്കുന്നില്ല. അപ്പോൾ പോകാമെന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ കല്യാണം പോക്കങ്ങ് മുടങ്ങി പോവുകയാണ്. അപ്പോൾ ഈ കല്യാണം വിളിച്ചത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ മഴ കാരണം ചെറിയൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ റെഡിയായി, എന്തായാലും പോയിട്ട് എൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ റെഡി ആയിട്ടോ. റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തത് 11:45 ആകുമ്പോഴത്തേക്കും വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ എത്താമെന്ന്. പക്ഷെ കറക്റ്റായിട്ട് ഞാൻ 11:30 ആയത്തേക്ക് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ എന്ന് വെച്ചാൽ അന്യായ മഴയായിരുന്നു. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേഗം റെയിൻകോട്ടൊക്കെ ഇട്ട് മെട്രോ സ്റ്റേഷനിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ട് പിന്നെ അവിടെ അസംബിൾ ആവാൻ തുടങ്ങി. ആദ്യം ഞാൻ എത്തിയതിൻ്റെ പുറകെ തന്നെ മഞ്ജു എത്തി. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് തന്നെ എത്തി. എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ മൊത്തം 13 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ടിക്കറ്റ് ഒന്നിച്ചാണ് ഒന്നിച്ചെടുത്തപ്പോഴത്തേക്കും നിത ഞങ്ങളുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഈ പോലീസുകാരെ പോലെ ഓരോരുത്തരായിട്ട് ചെക്ക് ഇൻ ചെയ്ത് കയറ്റുന്ന പോലെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ കയറി. എന്നിട്ട് മെട്രോ ട്രെയിൻ വന്നു. പക്ഷേ ട്രെയിൻ വന്നപ്പോഴാട്ടോ, ഇത്രയും നാൾ ട്രെയിനിൻ്റെ നോർമൽ ആ മെട്രോയിൻ്റെ കളറായിരുന്നു, ആ ഒരു ആക്വാ ബ്ലൂ പോലത്തെ കളർ. പക്ഷേ ഇപ്പോൾ പരസ്യമൊക്കെ ചെയ്ത് ആകെ ഒരു ഭംഗിക്കേട് പോലെ. എനിക്കിഷ്ടപ്പെട്ടില്ല ഈ പരസ്യം മുഴുവൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മെട്രോ ട്രെയിനിൽ. ആ നോർമൽ അതിൻ്റെ ഒരു ആക്വാ ബ്ലൂ ആ മെട്രോയിൻ്റെ കളർ തന്നെയായിരുന്നു കുറച്ചുകൂടെ അതിനൊരു ഭംഗി. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി കലൂരെത്തി. കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞത്തേക്ക് മനസ്സിലായി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പുറകോട്ട് നടക്കാനായിരുന്നു, പോത്തീസിൻ്റെ അടുത്തായിട്ട്. അങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ മെട്രോ സ്റ്റേഷനിൽ പുറത്തേക്ക് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ കണ്ട കലൂർ ഇതല്ലായിരുന്നു. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കലൂരായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഒരുപാട് മാറ്റം വന്നു. മെട്രോയും കൂടി വന്നതിന് ശേഷം വളരെയധികം മാറിപ്പോയി. എനിക്കറിഞ്ഞുകൂടെ ഞാൻ കലൂർ ലാസ്റ്റായിട്ട് എന്നാ ഇങ്ങനെ വന്നതെന്ന്. ഇങ്ങനെയൊന്നും വരുന്നില്ല, വല്ലപ്പോഴും ഏട്ടൻ്റെ കൂടെ കാറിൽ എവിടെയെങ്കിലും പോകുന്നില്ല, അതെനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നടന്ന് ഹാളിലെത്തി. അപ്പം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയേക്കല്ലേ, എനിക്ക് തിരിച്ചു ഉള്ള വഴി പോലും അറിയില്ലെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഹാളിലെത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹാളായിരുന്നു കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള്, 2-3 നിലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അതും കുടിച്ചപ്പോഴത്തേക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു. വെജ് നോക്കിയില്ല കേട്ടോ, ചിക്കൻ ലോലിപോപ്പായിരുന്നു, അതെടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഹാളിൽ മുകളിൽ കല്യാണം നടക്കുന്നിടത്ത് പോയി, അവിടെ പോയി മാമിനെയും കണ്ടുകഴിഞ്ഞ് തിരിച്ചു വന്ന് ഫുഡ് അടിച്ചു. അതിനുശേഷം താഴത്ത് വന്ന് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ അല്ല കേട്ടോ, ലാസ്റ്റ് സൺഡേയിലത്തെ വിശേഷങ്ങൾ.